സന്തോഷ് പണ്ഡിറ്റിന്റെ അച്ഛനമ്മയും കൊടുത്ത സംസ്കാരം, അവരുടെ അച്ഛനമ്മയും കൊടുത്ത സംസ്കാരം ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് അത് ജനങ്ങളെ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ഈ പരിപാടി കൊണ്ടിരിക്കും. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സിനിമാ ലോകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പിന്നിലാക്കിയിട്ട് മുന്നേറിയിട്ടുള്ള റേസിസത്തിന്റെ പേരിലായിട്ടും അല്ലെങ്കിൽ കളറിന്റെ ബേസിലുള്ള കോമഡികൾ, അല്ലെങ്കിൽ കാത്തിട്ടാണ് ഇവൻ വെളുത്തിട്ടാണ് വെള്ളപ്പാറ്റ്, അല്ലെങ്കിൽ ഉയരം കൂടിയിട്ട് ഉയരം കുറഞ്ഞിട്ട് തടിച്ചിട്ടും മെലിഞ്ഞിട്ടും ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ ഇത്തരം ജോക്സ്, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ഉയരം കുറഞ്ഞവരാണെങ്കിൽ കോമാളികളാക്കിയിട്ട് അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ ഒരു കോമഡി ആക്കുന്ന, അല്ലെങ്കിൽ അവരെ തന്നെ ഒരു കോമഡി പീസാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത സിനിമാ ലോകം തന്നെ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇത്തരം ശുദ്ധ തെണ്ടിത്തരം തന്നെ പറയാം, ഇത്തരം തെണ്ടിത്തരം അല്ലെങ്കിൽ ഇത്തരം അഴുക്ക് കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മിനി സ്ക്രീനിലുള്ള കോമഡി ഷോസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ഇതിന്റെ ബേസിൽ മാത്രം ഇത് തന്നെ എഞ്ചിനാക്കിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കോമഡി സ്റ്റാർസിലായിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റാർ മാജിക്കിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. Hey guys, welcome back. പുതിയൊരു വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്റ്റാർ മാജിക് എന്നൊരു പ്രോഗ്രാമിലേക്ക് സന്തോഷ് പണ്ഡിറ്റിനെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയാണ്. ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ടുള്ള ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരിൽ ഒരു ഇംപ്രഷൻ ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരാവുന്ന ഒരു വ്യക്തിയെ വിളിച്ച് വരുത്തിയിട്ട് അവിടെ നിന്ന് നാണം കെടുത്തി വിടുകയാണ്, അല്ലെങ്കിൽ ഊശിയാക്കിയിട്ട് വിടുക എന്നൊക്കെ പറയുന്നു. അതായത് അപമാനിച്ച് വിടുകയാണ്. സംഭവിച്ച ഇതാണ്, ഇവരുടെ ഒരു പരിപാടിയിൽ ഞാൻ അതിഥിയായിട്ട് പോകും. അപ്പോൾ അവിടെ എന്നെ പോലെ തന്നെ അതിഥിയായിട്ട് വന്ന രണ്ട് പഴയ നടിമാർ, ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തരായ രണ്ട് നടിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സിനിമയിൽ, എൻ്റെ ബ്രോക്കർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങൾ എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. അപ്പോൾ ഭയങ്കര ഹിറ്റായ ഒരു പാട്ട്. ആ പാട്ട് എന്നോട് പാടാൻ പറഞ്ഞു. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ, ചട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് കൂട്ടും മോനെ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ. ഇതായിരുന്നു ഞാൻ പാടിയ പാട്ട്. അപ്പൊ ഇവരുടനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗജനി എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ചുറ്റും വീഴിലൂടെ, എനിക്ക് എൻ്റെ കറക്റ്റ് ലിറിക്സ് അറിയില്ല കേട്ടോ, ഈ പാട്ട് ഇവരതിൻ്റെ കൂടെ പാടുകയും ഞാൻ ഈ പാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലടിഞ്ഞ കട്ടിലാണ് മോനെ എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമവും ഇത് നടത്തി. അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലടിഞ്ഞ കട്ടിലാണ് മോനെ എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് ഇടുന്നു, ഓർക്കസ്ട്ര. അതേസമയം ഇവർ പെട്ടെന്ന് ഈ പാട്ടിലേക്ക് മാറ്റുമ്പോൾ ആ പാട്ടിനനുസരിച്ച് ഈ ഓർക്കസ്ട്രേഷൻ വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത് വേറൊരു പാട്ട് പാടുന്നു. നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാതിലും വേണം, ശുദ്ധി തന്നും വൃശ്ചികത്തിൽ നത്തണുപ്പിൽ മൂങ്ങി ആടും മുളങ്കാടും രാഗമൂളും കാവിൽ കാളിക്കാവിൽ താളം കൊട്ടും, നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാദ്യവേളം വേണം, ശുദ്ധി തന്നും വൃശ്ചികത്തിൽ നത്തണുപ്പിൽ മൂങ്ങി ആടും മുളങ്കാടും രാഗം മൂളും കാവിൽ കാളിക്കാവിൽ താളം കൊട്ടും എന്ന് പറഞ്ഞ പാട്ട് പാടുകയാണ്. ഉടനെ അവർ പറയുന്നു ഇത് വെരി സെയിം, ഇതേ പാട്ട് തന്നെ അവർ പാടുന്നു, ഈ പാട്ടിന് ഞാൻ അടിച്ചു മാറ്റുന്നതാണ് ഈ പാട്ടെന്നായി. അപ്പോഴെന്ത് ചെയ്തു, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ എനിക്കനുസരിച്ച് വരും, ഇവർ പാടുമ്പോൾ ഇവർക്കനുസരിച്ച് ഓർക്കസ്ട്രേഷൻ വന്നു. പിന്നെ അവിടെ ഒരു നോൺ സ്റ്റോപ്പ് ഒരു 10-15 പാട്ട് എന്ന് പാടുന്നതാണ്. പാട്ട് ഞാൻ പുറപ്പെടും, പിന്നെ ഹൈ വോളിയത്തിൽ ഈ ആളുകളെല്ലാവരും കൂടെ ചേർന്ന് വേറെ പാട്ട് പാടുന്നു, ഒരു ബന്ധവും ഇല്ലാത്ത, ഒരു കുലബന്ധവും ഇല്ലാത്ത പാട്ട് പാടുന്നു. ഉടനെ തന്നെ ഓർക്കസ്ട്രേഷൻ ഇവർക്ക് അനുസരിച്ച് വരും. അപ്പൊ ഇവര് കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും എന്റെ കരിയർ നടക്കാം എന്ന് കരുതി ചെയ്താവാൻ, ചിലപ്പോൾ അവരെന്താ ഉദ്ദേശിച്ചെന്ന് അവർക്കേ അറിയും. അപ്പൊ ആദ്യത്തെ ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ബൈ ചാൻസ് ആണ്. പക്ഷെ 2ഉം 3ഉം ഇതിങ്ങനെ തുടർന്ന് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിലപ്പോൾ ഇതൊരു സ്ക്രിപ്റ്റഡ് ആവാം. കാരണം സന്തോഷ് പണ്ഡിറ്റിനെ തകർക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ കരിയർ തകർക്കുവാനായി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന് മറ്റുള്ള പാട്ടിൽ അടിച്ചു മാറ്റിയിട്ടാണ് ഇയാളെ പാട്ട് ചെയ്യുന്നത് വരുത്തി തീർക്കാൻ വേണ്ടി ചിലപ്പോൾ ഇവർ ഗെയിം കളിക്കുന്നതാകാം എന്നെനിക്ക് തോന്നി. ശരി, അപ്പൊ ഈ സംഭവത്തിനാണ് ഞാൻ അവസാനമായിട്ട് അവരോടൊരു മറുപടി പറയുന്നത്.
നമുക്ക് ഏത് പാട്ടും ഒരു 72 രീതിയിലാണ് നമ്മൾ ഏത് പാട്ട് ഈ ലോകത്ത് ചാർട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടപ്പോൾ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ മുസ്ലിം മതമായാലും അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് പാട്ടുകൾ, നമ്മുടെ നാടൻ പാട്ടുകൾ, ഇതൊക്കെ ഒരു പൊതുവിൽ അതിൻ്റെ ഒരേ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു നാടൻ പാട്ടാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരേ രാഗത്തിലോ ഇതിലോ ചാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തെ എത്ര വലിയ മ്യൂസിഷ്യനാണെങ്കിലും അയാൾക്ക് ഈ 72 രീതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ ചെയ്യാൻ പറ്റും. പിന്നെ അവനവൻ്റെ പാട്ടിനെ അതൊന്നും പുതുമയാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ചില ലിമിറ്റ്സ് ആണ് സത്യം പറഞ്ഞ എല്ലാ പാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇപ്പം എന്ന് മാത്രം ഞാനിപ്പോൾ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ഏതൊരാൾക്കും ഒരു 100 പാട്ട് പാടാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ ഒരു പാട്ട് ചെയ്ത മ്യൂസിക് ഡയറക്ടർ അത് അടിച്ചു മാറ്റി എന്നല്ല. ഈ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു താളം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിൽ നമ്മൾ തുടക്കം വേറെ മ്യൂസിക് ഇട്ടിട്ടും അതിൻ്റെ ഇടയിൽ അതിൻ്റെ മീറ്ററൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒരാളുടെ പാട്ട് ഇപ്പം നിങ്ങൾ ഈ ഡോക്ടർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങളിലെ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം എന്ന പാട്ട് ഞാൻ അടിച്ചു മാറ്റി എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗജനിയിലെ പാട്ടെന്ന് വെച്ചാൽ എൻ്റെ പാട്ടിൻ്റെ ഒരു കരോക്കെ ഇടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഗജനിയിലെ പാട്ട് നിങ്ങൾക്ക് അനുസരിച്ച് പാടാൻ പറ്റുകയാണെങ്കിൽ സന്തോഷത്തിൽ അടിച്ചു മാറ്റിയതാണ്. അല്ലാതെ വെറുതെ അനാവശ്യം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ. അത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ സർവോപരി ഇപ്പോൾ സ്റ്റാർ മാജിക് പോലത്തെ പ്രോഗ്രാം ഒക്കെ ശരിക്കും ഒരു ഫണ്ണാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്ത് ഫണ്ണാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഗസ്റ്റ് ഈസ് ഗോഡ്. നമ്മളെ വിളിച്ചു വരുത്തുന്ന ഒരു അതിഥിയാണ് നമ്മൾ. അപ്പം നമ്മളോടൊരു കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതേപോലെ തന്നെ ടു ഗീവ് റെസ്പെക്ട് ടു ടേക്ക് റെസ്പെക്ട്. അങ്ങനെയാണ്. നിങ്ങൾ ഒരാൾ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരാൾ ബഹുമാനിക്കേണ്ട. നിങ്ങളെ ഇങ്ങോട്ടൊരാൾ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരാൾ സ്നേഹിക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ അതൊന്നിപ്പോൾ ഇവരോടൊന്നും ഗസ്റ്റ് ഈസ് ഗോഡും ടു ഗീവ് റെസ്പെക്ട് ടു ടേക്ക് റെസ്പെക്ട് ഒന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിവരമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതെന്താ കളിയാക്കലാണോ? അദ്ദേഹത്തെ അവിടേക്ക് വിളിച്ചു വരുത്തി ഒരാളെയാണ് ഇത്തരം രീതിയിൽ കളിയാക്കി അപമാനിച്ചു വിടുന്നത്. ഓക്കെ, അതിപ്പോഴേ സ്റ്റാർ എന്നുള്ള ഒരു വാല്യൂ ഒന്നും വേണ്ട. അത് ആരെയായാലും അതുപോലെയുള്ള രീതിയിൽ അപമാനിച്ചു വിടുമ്പോൾ ഇത്തരം ആൾക്കാരുടെ വിചാരം എന്താ? ഇതൊക്കെ ജനങ്ങൾ എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണോ? ഇത്തരം പരിപാടികൾക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. ലക്ഷ്മി നക്ഷത്രയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഒരുപാട് കലാകാരന്മാരുടെ പേരിൽ ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. ഇവരൊക്കെ വിൽക്കുന്നത്, കോമഡി എന്ന് പറഞ്ഞ് വിൽക്കുന്നത് നമ്മുടെയൊക്കെ നാടൊന്ന് പണ്ടേ അടിച്ച് പുറത്താക്കിയിട്ടുള്ള ഒരുപാട് വ്യാതിരിവുകളാണ്, അല്ലെങ്കിൽ അത്തരം കോമഡികളാണ്. അതായത് ഒരാളുടെ നിറത്തെ പറ്റിയിട്ടുള്ള കോമഡി, ഒരാൾ കാത്തിട്ടാണ് അല്ലെങ്കിൽ കരിമ്പൻ, ആ ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ തടിച്ചിട്ട് പൊണ്ണത്തടി എന്നൊക്കെ ഒരു രീതിയിൽ ഉള്ള കോമഡികൾ. അതായത് അവർക്കൊന്നും പ്രൊഡക്റ്റീവായിട്ട് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ക്രിയേറ്റീവായിട്ട് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ കണ്ടെത്തിയ മാർഗ്ഗമാണ്, അതായത് ഇവരെ അപമാനിച്ചിട്ട് പൈസ കിട്ടും. ഈ ഒരു ഫോക്കസിൽ മാത്രം എടുക്കുന്ന പ്രോഗ്രാം ഇതിനു മുമ്പും ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നും ഞാൻ സ്റ്റാർ മാജിക്കിന് ഭയങ്കരമായിട്ട് വെറുക്കുന്ന ഒരാളാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. സന്തോഷ് പണ്ഡിത് ഞാൻ ഫാനല്ല. ഞാൻ ഒരു സിനിമ പോലും ഫുള്ളായിട്ട് കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് വലിയൊരു ആരാധനയുള്ള ഒരു വ്യക്തിയൊന്നുമല്ല സന്തോഷ് പണ്ഡിത്. പക്ഷേ ഒരു കലാകാരനാണ്. ഒരു കലാകാരന് ഇതിനു മുമ്പും ഇതുപോലുള്ള കലാകാരന്മാർ വന്നിട്ടുണ്ട് ഈ ഒരു വേദിയിൽ. ഇതേ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം കോമഡികൾ, അല്ലെങ്കിൽ ഇത്തരം അപമാനങ്ങൾ സഹിച്ചുകൊണ്ട് അവരെ തന്നെ ഒരു കോമഡി പീസാക്കിയിട്ട് വിളിച്ചു വരുത്തുന്ന ഗസ്റ്റിനെ ഒരു കോമഡി പീസാക്കിയിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അപമാനിച്ച് വിടുന്ന ഒരു പ്രവണത. ഇത് മാത്രമല്ല കേട്ടോ, എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മളൊക്കെ ഒഴിവാക്കി കളഞ്ഞ ചാട്ടവാടിനെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ഗെയിംസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവരികയാണ്. ഇവരുടെ ആ ഒരു ചിന്തയിലൂടെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. ഞങ്ങൾ അത് തന്നെ തുടരും. ഞങ്ങൾ ആ പഴഞ്ചൻ ആൾക്കാരുടെ ആ ഒരു രീതി തന്നെ തുടരും. നിങ്ങളൊക്കെ കാണാനില്ലേ, അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടെന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. ഇതൊക്കെ കണ്ടിട്ട്, അതായത് നിറത്തിന്റെ ബേസിലുള്ള കോമഡികളുണ്ട്, ചിരിക്കാനുള്ള ആൾക്കാരുണ്ട്. ഇവിടെ പോയിട്ട് അഭിനയിക്കുന്ന സ്ക്രിപ്റ്റഡ് ഷോ ആണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ചിലപ്പോഴും സ്ക്രിപ്റ്റഡ് ഷോ ആയിരിക്കാം. ചിലരെന്നോട് ചോദിക്കുന്നത്, സന്തോഷ് പണ്ഡിറ്റ് കൂടെ അറിഞ്ഞു നടത്തിയ സ്ക്രിപ്റ്റ് ആണോ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നു, ഈ രീതിയിൽ എൻ്റെ സോങ്ങിനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു
ഒരു സാധാരണ മനഃശാസ്ത്രപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ സന്തോഷ് പണ്ഡിറ്റ് എന്നല്ല ഒരാൾ അതിനെ കൂട്ടു നിൽക്കില്ല. അപ്പോൾ ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് സ്ക്രിപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, അത് അവരോടാണ് ചോദിക്കേണ്ടത്. കാരണം സന്തോഷ് പണ്ഡിറ്റിനെതിരെ കൃത്യമായ സ്ക്രിപ്റ്റ് ചെയ്തതാണോ? കാരണം അതെങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇവർ പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ അവർക്കനുസരിച്ചും സന്തോഷ് പണ്ഡിറ്റ് പാടുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അനുസരിച്ചും വന്ന് ഇങ്ങനെയൊരു ഇത് ചെയ്തത്? അപ്പോൾ അവരെല്ലാവരും എല്ലാവരും ഞാൻ പറയുന്നില്ല, അതിലെ ചില ആളുകൾ, അതിൽ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇത് കൃത്യമായി ഒരു സന്തോഷ് പണ്ഡിറ്റിന് ഒരു പണി കൊടുക്കാം, അയാളുടെ കരിയർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തകർക്കാം എന്ന് കരുതി ഇവരെല്ലാവരും പഠിച്ചവർ ഓൾറെഡി ഒരു 4 പാട്ട് പഠിച്ചു കഴിഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ് ഏത് പാട്ട് പാടിയാലും ഈ പാട്ടാണ് പാടിയേക്കാം, എന്തായാലും ഓർക്കസ്ട്രേഷൻ നമുക്കനുസരിച്ച് വരുന്ന ആദ്യം ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെയ്തതാണോ? അതല്ല, ഇവർ പാടുമ്പോൾ അതിനനുസരിച്ച് അയാൾ ബൈ ചാൻസ് ഇടുകയും ഇത് എല്ലാം കൂടെ തലയിൽ നിന്ന് വന്നതാണോ എന്നൊരു സംശയം. അപ്പൊ സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത് ശരിക്കും ഇതിന്റെ ഡയറക്ടറാണ് മറുപടി പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റ് അല്ല. എനിക്കിങ്ങനെ പറയാൻ പറ്റും, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അവരോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിനെതിരെ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തതാണോ, അയാളെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതാണോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടും ഡയറക്ടറോടുമാണ് പറയേണ്ടത്. പക്ഷെ എന്നാലും എത്രയൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞാലും അതിൽ ആ ഒരു പാട്ട് എടുക്കുമ്പോൾ ആൾക്കാരെ കാണുന്നത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള ഒരു ചിന്തയിലോട്ടൊന്നുമല്ല. അങ്ങനെ കണ്ടാലും ഇത് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്ന മെസ്സേജ് എന്താ? ഒരു കാലത്തോട്ടാണെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കാം, പൊതുവേദിയിൽ ഇങ്ങനെ കളിയാക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. തടിയനാണെങ്കിൽ തടിയെന്ന് പറഞ്ഞ് കളിയാക്കാം, മെലിഞ്ഞിട്ടാണെങ്കിൽ മെലിയെന്ന് പറഞ്ഞിട്ട് എലിമ്പൻ എന്ന് പറഞ്ഞ് കളിയാക്കാം. ആ ഒരു രീതിയിൽ ഒരുപാട് വൃത്തികെട്ട രീതിയിലുള്ള തമാശകൾ, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ ഒരാളെ പേഴ്സണലായിട്ട് വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാം നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ആൾക്കാരുടെ സപ്പോർട്ട് ഇത്തരം ചിന്തകൾ ആൾക്കാരുടെ ഉള്ളിൽ നിന്നും എലിയുമായിട്ടില്ല. ഇത്തരം ഷോസ് വരുമ്പോൾ വീണ്ടും ഇത്തരം ചിന്തകൾ കുട്ടികളുടെ ഉള്ളിലായാലും മുതിർന്നവരുടെ ഉള്ളിലായാലും കുത്തിവെക്കുകയാണ്. കുട്ടികൾ ഇവിടെ കോളേജിൽ പോയിട്ടാണെങ്കിലും സ്കൂളിൽ പോയിട്ടാകുമ്പോഴും ഇത് തന്നെയാണ്. ഈ പരിപാടിയിൽ ഇങ്ങനെ പൊതുവേദിയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചു, അപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ വിളിക്കാം, ഇവൻ കാത്തിട്ടാണെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ വിളിക്കും, ഇവൻ ഇങ്ങനെ ഓവറായിട്ട് വെളുത്തിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കാം, ഇവൻ മെലിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കാം എന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ചിന്ത കുട്ടികളുടെ ഉള്ളിലേക്ക് വരും. സൊസൈറ്റിക്ക് എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. സോഷ്യലി പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സാധനം എപ്പോഴും കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ആ ഒരു സൊസൈറ്റീനെ പിൻവലിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ ഓരോ മീഡിയയ്ക്കും, ഓരോ മിനി സ്ക്രീനായാലും ലാർജ് സ്ക്രീനായാലും ഫുൾ സ്ക്രീനായാലും ഒക്കെ പറ്റും. സിനിമ ലോകം ഇത് ഉപേക്ഷിക്കാൻ തന്നെ കാണും. ഒരുപാട് ക്രിറ്റിസിസം വരുന്നത് കൊണ്ടാണ്, ചിന്തിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. പിന്നെ ഇതിനെതിരൊന്നും ട്രോളുകൾ വരാത്തതിന് കാരണം ഇവർക്കൊന്നും അങ്ങനെ സപ്പോർട്ട് കിട്ടാൻ പാടില്ല എന്നുള്ള ചിന്തയിലും, അതുപോലെ ഇതൊന്നും പാടും ഒരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് ഇപ്പോഴെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പ്രതികരണം വന്നിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ വീഡിയോ ആദ്യം ചെയ്യണോ വേണ്ടോ എന്ന് വിചാരിച്ചിരുന്നു. അതായത് സന്തോഷ് പണ്ഡിറ്റിന് കുഴപ്പമില്ല, പിന്നെ നമുക്ക് എന്തിനാ കുഴപ്പം എന്നുള്ള രീതിയിൽ. പക്ഷെ എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് ജസ്റ്റ് സന്തോഷ് പണ്ഡിറ്റിന്റെ കാര്യം മാത്രമല്ല. ഞാൻ ആരെയും ഹെയ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആരെയും ഒരുപാട് എക്സസ് ആയിട്ട് ഫാൻ ബേസ് അല്ലെങ്കിൽ ഫാനുമാർ നടക്കുന്ന ആളൊന്നുമല്ല. ലക്ഷ്മി നക്ഷത്രത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ടാകും. അതൊന്നും നമ്മളെ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. പിന്നെ ഇനിയിപ്പോ ബൈ ചാൻസ് ആണ്, 2 ഓപ്ഷൻ എടുക്കാം. ഇത് ബൈ ചാൻസ് ആണ് സംഭവിച്ചിരിക്കുക. അവര് ഒരു രസത്തിന് ചിലപ്പോൾ തുടങ്ങിയത്, പക്ഷെ അത് പിന്നെ അവരെ കൈവിട്ടുപോയി. ശരി, പിന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയൊക്കെ പാടി, അതാണ് സംഭവം എന്തായാലും ചീറ്റിപ്പോയി എന്നുള്ളത് ഇപ്പൊ ഈ വിവാദത്തിൽ നിന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അടിച്ചു മാറ്റി എന്ന് തോന്നുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എനിക്കെതിരെ എന്നെയാണ് പൊങ്കാലയുള്ളത്. അപ്പൊ ജനറലി അങ്ങനെയല്ലല്ലോ വന്നു. അപ്പോൾ അത് അവർക്കും അറിയാം, ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കൈ വിട്ടുപോകുന്ന ഒരവസ്ഥയിൽ ഡയറക്ടർക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ പരിപാടിക്ക് ഒരു ഡയറക്ടറുണ്ട്. അപ്പൊ അങ്ങേർക്ക് പറയാം, അതെ എനിക്ക് ഈ പരിപാടി ഫണ്ണാണ് വേണ്ടത്, എനിക്കിങ്ങനെ ഒരാളെ ഹറാസ്മെന്റും ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കാനല്ല വേണ്ടതെന്ന് പറഞ്ഞ് പരിപാടിക്കിടയിൽ വേണമെങ്കിൽ ഡയറക്ടറിന് ഇടപെടാമായിരുന്നു. ഓപ്ഷൻ എ. ഇനി അതല്ല, അത് മൊത്തം കഴിഞ്ഞുപോയി. ശരി, അത് ഞങ്ങൾ മാത്രം അറിഞ്ഞൊരു കാര്യമാണ്. വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം കട്ടില്ല. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഡയറക്ടർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇവരെ നന്നായിട്ട് പൊങ്കാലിട്ട് വന്നു. ഇവർ പാടിയ ഈ പാട്ടും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കി. വെറുതെ എന്തിനാണ് ഈ പരിപാടി ഫണ്ണാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ ആ പരിപാടിയുടെ നേച്ചർ അതല്ല. അല്ലാണ്ട് ആരൊക്കെ എവിടുന്നൊക്കെ കഷ്ടു എന്തൊക്കെ ചെയ്തു എന്ന് ആ ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമൊന്നുമല്ല. എനിക്കാണെങ്കിൽ പരിപാടിയുടെ നേച്ചർ അതാണെന്ന് പറയാം. ഈ പരിപാടിയുടെ നേച്ചർ അതല്ലല്ലോ. അപ്പൊ എന്ന് കരുതി അത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് പലർക്കും പൊങ്കാല കിട്ടുമെന്ന് പറഞ്ഞ് പലരും വിഷമിക്കുന്നതോ അങ്ങനെ ന്യൂസ് കാണും. അത് ഒഴിവാക്കാമായിരുന്നു. കാരണം ഡയറക്ടർക്ക് അതിന് കട്ട് ചെയ്തപ്പോ ഇത് പേരാരാ അറിയുന്നത്. അപ്പൊ അത് കിട്ടും. ഞാൻ പറയുന്നു, നമ്മൾ
ഒരാളുടെയും കരിയർ തകർത്തിട്ടോ, ഒരാളുടെ മാനസികമായി ഒരുപാട് വേദനിപ്പിച്ചിട്ടോ, ഒരാളുടെ കുടുംബം തകർത്തിട്ടോ നമ്മൾ റേറ്റിംഗ് കൂട്ടേണ്ട ഒരാവശ്യമില്ല. ഇത് ചിലപ്പോൾ വായിക്കാൻ സംഭവിച്ചിട്ടോ റേറ്റിങ്ങിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും റേറ്റിങ്ങിന് വേണ്ടി പരിധി വിടാൻ നോക്കുക. ആരെയും വേദനിപ്പിച്ച് മറ്റുള്ളവരുടെ കണ്ണീര് കൊണ്ട് ഒരു റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി എല്ലാവർക്കും വിട്ടു. സന്തോഷ് പണ്ഡിറ്റ് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇതൊന്നല്ല, ഇനിയും പ്രോഗ്രാം വിളിച്ചാലൊക്കെ ഞാൻ പോകും, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ കാണുന്നവരുടെ ഒരു വേദനയുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കാര്യം ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ ഒരു ആള് വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു വ്യക്തിയെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സർക്കിൾ പോലെ നമ്മളെ എഫക്റ്റ് ചെയ്യും. നാളെ നമ്മുടെ കുട്ടികളായാലും നമ്മുടെ വീട്ടുകാരായാലും ഇതേ കാര്യം ഇത്തരം പരിപാടികൾ കൊണ്ട് അനുഭവിക്കേണ്ടി വരും. നമ്മുടെ സൊസൈറ്റിനെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. അതൊരിക്കലും അംഗീകരിച്ചുകൂടാ. ഇത്തരം പ്രവണതകൾ, ഇത്തരം ഷോസ് ആയാലും എതിർത്തുകൊണ്ടേയിരിക്കണം, ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കണം. സോ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നത്. സൈനിങ് ഓഫ്. ബൈ.